3 വ്യാഴവട്ടക്കാലമായി അസ്ട്രോവിഷൻ കൃത്യവും ആധികാരികവുമായ ജ്യോതിഷ സോഫ്റ്റ്വെയറും അവയുടെ സേവനങ്ങളും നൽകി വരുന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ അസ്ട്രോവിഷൻ ഈ വിഭാഗത്തിൻ്റെ ഉന്നതിക്കും കൂട്ടായ്മയ്ക്കുമായി 90-ലധികം സെമിനാറുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോകം മുഴുവനും കൊറോണ എന്ന മഹാമാരിയെയും അതിനെ പ്രതിരോധിക്കുവാനുള്ള ലോക്ക്ഡൗണിനെയും നേരിടുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിൽ അസ്ട്രോവിഷൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കി നിങ്ങളുടെ ജ്യോതിഷ അറിവുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ഉദ്യമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ജ്യോതിഷ അറിവുകൾ വർദ്ധിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അധ്യക്ഷവേദിയിലും അതുപോലെ സഭയിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ക്ഷേത്ര വാസ്തുവെന്നോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനോടനുബന്ധിച്ച ദേവതാ സങ്കല്പങ്ങൾക്കുള്ള പ്രതിഷ്ഠാദികൾ അല്ലെങ്കിൽ ചൈതന്യ സ്വരൂപങ്ങൾ എങ്ങനെ നമുക്ക് ചൈതന്യം വരുത്തി അവിടെയുള്ള ആ ജനപദം, ഗ്രാമമായാലും പട്ടണമായാലും രാജ്യമായാലും എങ്ങനെ അതിൽ സംഭവിക്കും അല്ലെങ്കിൽ കിട്ടും എന്നുള്ള തരത്തിലുള്ള ഓരോ സൂചനകളാണ് ഏത് ശാസ്ത്രത്തിലായാലും ഉള്ളത്. അപ്പം അതിനെ ആദ്യം കുറച്ച് പറയുകയാണെങ്കിൽ വീടുകളുടെ അല്ലെങ്കിൽ ഗൃഹത്തിൻ്റെ പറഞ്ഞാൽ കൂടുതൽ എളുപ്പമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആദ്യം കുറച്ച് അതിലേക്ക് കൂടി ഒരു ചെറിയ വിവരണം ചെയ്തുകൊണ്ടാവും നല്ലത് എന്ന് തോന്നുന്നു. അപ്പോൾ ഏത് ശാസ്ത്രമായാലും നമുക്ക് ആധുനിക ശാസ്ത്രമായാലും ഒക്കെ ഭൂമിയുടെയോ അല്ലെങ്കിൽ ഭൂമിയിൽ വസിക്കുന്നവരുടെയോ ഗുണങ്ങൾക്കും മെച്ചത്തിനുള്ളതാണെന്ന് പറയുന്നത്, നിലനിൽപ്പിനും. അതിലേറ്റവും ഒരു ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ ഇന്നത്തെ നിലയ്ക്ക് നമ്മളെ ചൈതന്യ സ്വരൂപം എങ്ങനെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളിലേക്ക് ആഗിരണം ചെയ്യുന്നത് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇന്ന് എല്ലാവരും സഞ്ചരിക്കുന്ന കൂട്ടരാണ്. അപ്പോൾ ഒരു റോഡിൽ കൂടെയോ മറ്റോ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന മരങ്ങളെല്ലാം ആ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കാണും. അതെന്തിനു വേണ്ടി എന്ന് ആലോചിക്കുമ്പോഴാണ്. അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ 4 വശത്തും വയ്ക്കുന്ന മരങ്ങളായാലും അത് നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു വരും ശല്യമായിട്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വേറെ ഒന്നുകൊണ്ടുമല്ല, കുറച്ചെങ്കിലും നമ്മളെ നിലനിർത്തുന്ന ആ സൂര്യൻ്റെ വെളിച്ചം, സൂര്യൻ്റെ ചൈതന്യം എങ്ങനെ അതിലേക്ക് പകർന്നു കിട്ടും എന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയുള്ള വൃക്ഷങ്ങൾക്ക് മാത്രമല്ല, പക്ഷിമൃഗാദികളെ ആലോചിച്ചാലോ, അവരും ഉദിക്കാറാവുമ്പോൾ ഓരോ നല്ല ശബ്ദങ്ങൾ, നല്ല സൂചകങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി ഒരു സന്തോഷത്തോടു കൂടിയിട്ടുള്ള ആ സൂര്യൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായി. അതേ സ്ഥാനത്ത് പൊതുവെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ മനുഷ്യരാണോ ആ സംഗതിയിൽ കുറച്ച് അജ്ഞതയുള്ളവർ എന്ന് തോന്നും. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണ്? സൂര്യൻ്റെ വെളിച്ചം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന തത്വം. അപ്പോൾ വാസ്തുശാസ്ത്രത്തിനെ സംബന്ധിച്ചായാലും ഏത് ശാസ്ത്രത്തിനെ സംബന്ധിച്ചായാലും എങ്ങനെയാണോ നമുക്ക് ആ സൂര്യൻ്റെ വെളിച്ചം കിട്ടുന്നത്, ആ സൂര്യൻ്റെ വെളിച്ചം കിട്ടാനുള്ള താല്പര്യം ഒരേ ഒരു കാരണത്താലാണ് ആദ്യമായി നിൽക്കുന്ന വാസ്തുശാസ്ത്രത്തിൻ്റെയും ഉത്ഭവം. അതിൽ നിന്നൊക്കെ അറിയാവുന്ന ഒരു തത്വം തന്നെ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ എവിടെ ഗൃഹം വെക്കണം ചോദിച്ചാൽ ഇന്ന് പലരും പലതരത്തിൽ പറയുമെങ്കിലും അതിൻ്റെ അടിസ്ഥാന തത്വം ആലോചിക്കുകയാണെങ്കിൽ ശാസ്ത്രത്തിൽ അവസാന വാക്കായി വേറൊന്നും പറയില്ല. എവിടെയാണോ ഉദയസൂര്യൻ്റെ നിഴൽ വീഴുന്നത് അവിടെയൊക്കെ ഗൃഹം വയ്ക്കാം, വേറെ ഒരു ചിന്തനയുമില്ല. അപ്പോൾ എവിടെ ഇരുന്നാലാണ് നമുക്ക് ഉദയസൂര്യനെ കാണാൻ പറ്റുക?
അതുമാത്രമേ ചിന്തയുള്ളൂ. അതുകൊണ്ട് എന്തു വന്നു? കിഴക്കേ മലഞ്ചെരുവിൽ ഇരുന്നാൽ സൂര്യനെ കാണാൻ പറ്റും. അപ്പം അതിൻ്റെ അടിസ്ഥാനം എന്തായി? കിഴക്കോട്ട് ചായ്വുള്ള ഭൂമി വേണം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാം, കിഴക്കോട്ട് നീരൊഴുക്കുള്ള ഭൂമി വേണം, കിഴക്കോട്ട് ചായ്വുള്ള ഭൂമി വേണം. അതിന് വേറൊന്നുമില്ല, ആ സൂര്യൻ്റെ ചൈതന്യം നമ്മളിലേക്ക് കിട്ടുവാനുള്ള സംവിധാനം എന്തോ അത് എന്ന് മാത്രമേ അതിന് തത്വമുള്ളൂ. എന്നാൽ ഈ സൂര്യൻ്റെ വെളിച്ചം നമുക്ക് എത്ര കാലമുണ്ട്? ഒരു കൊല്ലത്തിൽ 6 മാസം. അപ്പോൾ നമ്മളെ 6 മാസമാണ് നമ്മളെ ഈ സൂര്യൻ സംരക്ഷിക്കുന്നത് എങ്കിൽ ബാക്കിയുള്ള കാലങ്ങളിൽ, രാത്രി കാലങ്ങളിൽ 6 മാസം ആര് സംരക്ഷിക്കും? അത് വന്നപ്പോഴാണ് നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തിയത് രാത്രിയിൽ പ്രാധാന്യം സൂര്യൻ്റെ വെളിച്ചം കൊണ്ടുണ്ടാകുന്ന ചൈതന്യങ്ങളാൽ പ്രകാശിതമാകുന്ന നക്ഷത്രാദികളും ചന്ദ്രനുമാണ്. അപ്പോൾ എന്തു വേണം? അസ്തമനത്തിങ്കൽ ആ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും കാണാനുള്ള സൗകര്യമുണ്ടെങ്കിൽ അത് നന്നായി. ആ നക്ഷത്രങ്ങളിൽ പ്രാധാന്യം സപ്തർഷികൾക്കാണ്. അപ്പോൾ എന്തു വന്നു? സപ്തർഷികൾ ഉദിക്കുന്നതാണെങ്കിൽ വടക്ക് വശത്താണ്, അതുകൊണ്ട് വടക്കേ ചെരുവിൽ വേണം. അപ്പോൾ ശാസ്ത്രം അവിടെയും ഊന്നൽ കൊടുത്തു. രാത്രിയും പകലും നമ്മുടെ ആയുസ്സുകാലം മുഴുവൻ ഒരേപോലെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ എന്തു വേണം? അസ്തമനത്തിങ്കൽ നക്ഷത്രങ്ങളെ കാണാൻ വടക്കോട്ടും ചെരിവ് വേണം. അതുകൊണ്ട് എളുപ്പമായി മനസ്സിലാക്കാൻ കിഴക്കോട്ടും വടക്കോട്ടും ചാഞ്ഞ ഭൂമിയാണ് നല്ലത് എന്നുള്ള തത്വത്തിലേക്ക് എത്തി. ഇനി ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ സൂര്യനാണ് നമ്മളെ സംരക്ഷിക്കുന്നത് എങ്കിൽ ഈ ഭൂമിയല്ല, ഈ സൗരയൂഥം തന്നെ സൂര്യനാണ് സംരക്ഷിക്കുന്നതെങ്കിൽ സൂര്യൻ തന്നെ പറ്റുമോ എന്നുള്ളതാണ് പിന്നത്തെ ഒരു ചോദ്യം. അപ്പോഴാണ് സൂചിപ്പിക്കുക അത് പറ്റില്ല. എന്തുകൊണ്ട്? നമ്മളിവിടെ തീയിട്ടാൽ ആ തീയിൻ്റെ ചൂട് നമ്മളിലേക്ക് പകരണമെങ്കിൽ വെള്ളത്തിൽ കൊണ്ട് തീയിട്ടാൽ കാര്യമില്ല, അതല്ലെങ്കിൽ വേണ്ട തരത്തിലിട്ടാലേ കിട്ടുള്ളൂ. അപ്പോൾ എന്തു വേണം? അതും നമ്മളെ സഹായിക്കണം. അതായത് സൂര്യൻ എവിടെ നിൽക്കുന്നു എങ്കിൽ ആ നിൽക്കുന്ന പ്രദേശം, അതായത് ആകാശം, അപ്പോൾ ആകാശവും നമ്മളെ സഹായിക്കണം. അപ്പോൾ എന്തായി? 2 പേരായി. ഇനി ആകാശം തന്നെ പറ്റുമോ? ഈ ചൂട് നമുക്ക് കിട്ടണമെങ്കിൽ ഇതിന് ഇടയിലുള്ള ഒരു സ്ഥലമുണ്ട്, അതിൽ നമ്മുടെ പൂർവികർ അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ കൂടെ വരുന്ന ചൂട് എവിടേക്കാണ് എത്തണത്? ഇന്ന് ഭൂമിയിൽ ഭയങ്കര ചൂട്, നാളെ തണുപ്പ്. അപ്പോൾ ആ പ്രസരിക്കുന്ന അന്തരീക്ഷവും ഭൂമിയും സഹായിക്കണം. അപ്പോൾ നമ്മുടെ പൂർവികർ എന്തൊരു ത്രിലോകങ്ങൾ, ആകാശം, അന്തരീക്ഷം, ഭൂമി എന്നുള്ള 3 ലോകങ്ങളും സൂര്യനും കൂടിയാണ് നമ്മളെ സഹായിക്കുന്നത്. ഇങ്ങനെ 4 ചൈതന്യങ്ങളുണ്ടെങ്കിലേ നമ്മുടെ നിലനിൽപ്പുള്ളൂ. അത് കഴിഞ്ഞാൽ അപ്പം പറയുകയായി സൂര്യൻ ഒന്നല്ല 12 സൂര്യന്മാരുണ്ട്. എന്താണ് 12 സൂര്യന്മാർ? ഇന്നത്തെ ഈ ഏപ്രിലുള്ള അല്ലെങ്കിൽ മാർച്ചിലുള്ള ചൂടല്ല മെയ് മാസത്തിൽ, ആ ചൂടല്ല ജൂണിൽ. ദിവസം തോറും മാറുന്നുണ്ടെങ്കിലും ഓരോ മാസത്തിലും അപ്രോക്സിമേറ്റ് കാലാവസ്ഥ വ്യതിയാനങ്ങളാൽ ഒരേപോലെ ആയത് കാരണം 12 സൂര്യന്മാരെ കണക്കാക്കണം. അങ്ങനെ ദ്വാദശാദിത്യന്മാരെ നമ്മളെ കൊല്ലത്തിൽ സഹായിക്കണം. അപ്പോൾ 16ആയി. അത് കഴിഞ്ഞാൽ പറയും ഋതുക്കളുണ്ടെന്ന്. 6 ഋതുക്കളുണ്ടെങ്കിലും അതിൽ 2 ഋതുക്കൾ അപ്രോക്സിമേറ്റ് കാലാവസ്ഥ ഒരുപോലെ ആയത് കാരണം 5 എണ്ണം കണക്കാക്കിയാൽ മതി. അങ്ങനെ 21 ചൈതന്യങ്ങളാണ് നമ്മുടെ ദേഹത്തിൽ അല്ലെങ്കിൽ ഈ സൗരയൂഥത്തിൽ അല്ലെങ്കിൽ എന്തിനേയും നിലനിർത്തിക്കൊണ്ട് സഹായിച്ചു കൊണ്ടിരിക്കണം. ആ തത്വത്തിലേക്ക് ഊന്നൽ കൊടുത്തും കൊണ്ടാണ് നമ്മളൊക്കെ കേൾക്കുന്ന വാസ്തുപുരുഷമണ്ഡലം. ആ നമ്മുടെ ദേഹത്തിൽ എന്തൊക്കെയാണ് സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം തത്വത്തിൽ സ്വരൂപിച്ച് ഈ ഭൂമിയിൽ ആ നമുക്ക് കാണാവുന്ന ചൈതന്യമായ നമ്മുടെ ദേഹം തന്നെ കണക്കിലെടുത്ത് ഒരു വാസ്തുപുരുഷമണ്ഡലം എന്നുള്ള തത്വത്തിലേക്ക് ഊന്നൽ കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ ഭൂമി ഒട്ടയാകെ ആയാലും രാജ്യം മാത്രമായാലും സംസ്ഥാനമായാലും അവസാനം
നമ്മുടെ 5 സെൻറ്റായ അല്ലെങ്കിൽ 10 സെൻറ്റ് അല്ലെങ്കിൽ 20 സെൻറ്റ് നാം ഗൃഹം വയ്ക്കുന്ന, ക്ഷേത്രം പണി ചെയ്യുന്ന ആ സ്ഥലമായാലും ഈ ചൈതന്യമെല്ലാം അതിലേക്ക് സ്വരൂപിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള ഗുണമുണ്ടാവുകയുള്ളൂ. അപ്പം അതെല്ലാം അങ്ങനെ സ്വാധീനിക്കുകയാണെങ്കിൽ, ഭൂമിയെ ഒട്ടൊക്കെ സ്വാധീനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുകയാണെന്ന് വെച്ചാൽ ആ 10 സെൻറ്റിനെ സ്വാധീനിക്കുന്നതും ആ ഭൂമിയിൽ വന്ന ശേഷം ഭൂമിക്ക് എന്തൊക്കെ ഗുണദോഷങ്ങളുണ്ടോ അതെല്ലാം ആണെന്നാണ് സങ്കല്പം. അപ്പോൾ നമ്മുടെ 10 സെൻറ്റിൻ്റെ കഥ എന്താണ്? ഭൂമിക്ക് ഒട്ടാകെ ഒരു ഗുരുത്വാകർഷണം എന്നുള്ള തത്വത്തിൽ നമ്മളെയെല്ലാം ഭൂമിയിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രീകരിപ്പിച്ചിരിക്കുന്ന ആ തത്വം തന്നെ നമ്മുടെ ഈ 10 സെൻറ്റിനും അല്ലെങ്കിൽ 1 ഏക്കറയ്ക്കും അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനും കണക്കാക്കണം. അപ്പോൾ എന്തു വന്നു? ആ കേന്ദ്രീകൃതം എങ്ങനെയാണ്? ഭൂമി ഒട്ടാകെ എന്ന് പറഞ്ഞാൽ ഭൂമധ്യത്തിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ 10 സെൻറ്റിൻ്റെ കഥ എന്താണ്? എല്ലാം ആ 10 സെൻറ്റിൻ്റെ മധ്യത്തിലേക്ക് കേന്ദ്രീകരിക്കും. അപ്പോൾ എത്ര 360 ഡിഗ്രി നമ്മളത് കണക്കാക്കിയാൽ ആ 360 ഡിഗ്രിയിൽ കൂടെയും അതിൻ്റെ മധ്യബിന്ദുവായ മധ്യത്തിലേക്ക് കേന്ദ്രീകരിക്കും എന്നുള്ളതാണ് തത്വം. Vedic astrology is one of the India's greatest contributions to the world. Jyotisha, Vedic astrology is the guideline to well-being. In India, it has numerous sub-branches too. People are always curious about their future. They seek divine guidance in various contexts of life. Vedic astrology can help in every difficult situation. Its various branches offer various life solutions. Prediction and remedies, lifetime future forecast, numerology, guidelines for good luck, Muhurta and Panchang, finding auspicious timing, yearly prediction, detailed 1-year predictions, marriage matching, compatibility of bride and groom, Panchapakshi Shastra, solution for daily activities, gem recommendation, gemstone based remedies, lucky names, baby name suggestions, Astro Suit. Astrovision offers all this solution in one pack, a unique software bundle. Price of this bundle is less than price of 30 horoscope reports. Generate a variety of astrology reports, one product, 8 different uses. A new business opportunity, astrology solutions to all segment of people. One-time investment, lifetime revenue. Easy to use. Since 1984, the excellence in digital astrology. Software in 12 different languages. Over 9 million satisfied customers. Used in over 170 countries. Excellent customer support. Testimonials from eminent astrologers. Dr. C.V.B. Subramaniam, Srimati Gayatri Devi Vasudev, Sri M.V. Naranarayanan, Shri Kanipayur Narayanan Namboodiripad. Making money is easier now. Businessmen can start a new business without any astrology knowledge. Astrologers can give a wide range of astrology solution at better speed and efficiency. Astrology students can expand their knowledge in various branches of Indian astrology. Why wait? Order this multi-purpose astrology software and generate more revenue. അങ്ങനെ വരുമ്പോൾ എന്തായി? നമുക്ക് ഈ 360 ഡിഗ്രി കണക്കാക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ എന്ത് പറയും? കിഴക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പിൻവശം പടിഞ്ഞാറും തെക്കും വടക്കും കോണുകളും എല്ലാ ദിക്കുകളും ഉണ്ടായി. 4 മഹാദിക്കുകളും 4 വിദിക്കുകളും ബാക്കിയുള്ള സ്ഥലങ്ങളും.
അത് ഒരു 8 ഗ്രൂപ്പാക്കി കണക്കാക്കിയാൽ എങ്ങനെ ഗ്രൂപ്പ്? കിഴക്കുള്ള ഗ്രൂപ്പ്, തെക്ക് കിഴക്കുള്ള ഗ്രൂപ്പ്, തെക്ക് ഗ്രൂപ്പ്, തെക്ക് പടിഞ്ഞാറുള്ള ഗ്രൂപ്പ്, അങ്ങനെ തുടങ്ങി വടക്ക് കിഴക്ക് വരെ എത്തിയാൽ ആകെ നമുക്ക് അതിനെ വിഭജിച്ച് 8 ഗ്രൂപ്പുകാരാക്കി തിരിക്കാം. അപ്പോൾ ഈ 8 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കുള്ള ഗ്രൂപ്പൊക്കെ എങ്ങോട്ട് കേന്ദ്രീകരിക്കും? മദ്യം പടിഞ്ഞാറ് വശത്തായത് കാരണം പടിഞ്ഞാട്ട് കേന്ദ്രീകരിക്കും. തെക്കുള്ളതൊക്കെ വടക്കോട്ട് കേന്ദ്രീകരിക്കും, വടക്കുള്ളതൊക്കെ തെക്കോട്ട് കേന്ദ്രീകരിക്കും, പടിഞ്ഞാറുള്ളതൊക്കെ കിഴക്കോട്ട് കേന്ദ്രീകരിക്കും, കോണിലുള്ളത് കോണുകളിലേക്ക് കേന്ദ്രീകരിക്കും. എല്ലാം അങ്ങനെ ആ മധ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ള തത്വത്തിൽ നമ്മൾ ഗൃഹങ്ങളായാലും ക്ഷേത്രങ്ങളായാലും ഒരു ചെറിയ മാറ്റം വരുത്തി. അവിടെ കേന്ദ്രീകൃതം എന്നുള്ളതിന് മുഖം എന്നാക്കി മാറ്റി. അപ്പോൾ എന്തോ ഒരു കിഴക്ക് വശത്ത് പണിയുന്ന ക്ഷേത്രമാണെങ്കിൽ, കിഴക്ക് വശത്ത് പണിയുന്ന ഗൃഹമാണെങ്കിൽ അതിൻ്റെ കേന്ദ്രീകൃതം പടിഞ്ഞാറായത് കാരണം മുഖം പടിഞ്ഞാട്ട്. അപ്പോൾ കിഴക്ക് വശത്ത് പണി ചെയ്യുന്ന കിഴക്കിനിയുടെ മുഖം പടിഞ്ഞാട്ട്. അതുപോലെ തന്നെ തെക്ക് വശത്ത് പണി ചെയ്യുന്ന ഗൃഹം അല്ലെങ്കിൽ തെക്ക് വശത്ത് ചെയ്യുന്ന ക്ഷേത്രം അതിൻ്റെ മുഖം വടക്കോട്ട്. പടിഞ്ഞാറ് വശത്തായാൽ അത് കിഴക്കോട്ട്, വടക്ക് വശത്തായാൽ തെക്കോട്ടും വന്നു. അതുപോലെ തന്നെ കോണുകളിലുള്ളതായാൽ ഓരോ കോണുകളിൽ നിന്നും മറ്റേ കോണിലേക്കുള്ള ദിശകളും വന്നു. അപ്പോൾ എല്ലാം ആ മധ്യത്തിലേക്ക് മുഖമായി വരുന്നതിൽ എന്തുണ്ടായി? കോണുകളിൽ വരുന്നത് നല്ലതല്ല, ദിശകളിൽ നൽകുന്നത് മാത്രമേ നല്ലതുള്ളൂ. എന്തുകൊണ്ട്? ഭൂമി ദിവസം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒരു വട്ടം തിരിയുന്നത് കൊണ്ടാണ് നമുക്ക് കിഴക്ക് പടിഞ്ഞാറുണ്ടാവുന്നത്. അതുപോലെ തന്നെ തെക്ക് വടക്കിനെ സംബന്ധിച്ചോ, ഇന്ന് ഉദിക്കുന്ന സ്ഥലത്തല്ല സൂര്യൻ, നാളെ കുറച്ച് വടക്കോട്ട് മാറി, മറ്റന്നാൾ കുറേ കൂടി വടക്കോട്ട് പോയി, കുറേ കഴിഞ്ഞാൽ തെക്കോട്ടും പോവും. അപ്പോൾ എന്തുകൊണ്ട് ഫലത്തിൽ നമുക്ക് കാണുന്നത് സൂര്യൻ തെക്കോട്ടും വടക്കോട്ടും പോകുന്നതായിട്ടാണെങ്കിലും തത്വത്തിൽ നമുക്കൊക്കെ അറിയാം എന്ത്? ഭൂമി സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം വയ്ക്കുന്നത് കൊണ്ട് കൊല്ലത്തിലൊരിക്കൽ ഉത്തരായന ദക്ഷിണായനങ്ങളിൽ നിന്ന് തത്വത്തിലേക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ഭൂമിയുടെ ഗമനം തെക്ക് വടക്കുമായി മാറി. അപ്പോൾ ഭൂമിക്ക് 2 ഗമനമുണ്ടെങ്കിൽ ആ ഗമനത്തിനനുസരിച്ചിട്ടായിരിക്കണം, അതിനോട് യോജിച്ചിട്ടായിരിക്കണം നമ്മുടെ ഗൃഹാദികളായാലും ക്ഷേത്രങ്ങളായാലും പണി ചെയ്യേണ്ടത്. ആ ഒരു ശാസ്ത്രത്തിലുള്ള ഊന്നൽ കൊടുത്തും കൊണ്ടാണ് വാസ്തുശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു തത്വത്തിലേക്ക് എത്തിയത്. അങ്ങനെ വരുമ്പോൾ എന്തു വന്നു? കിഴക്ക് വശത്തുള്ള കിഴക്കിനി പണി ചെയ്താൽ അതിൻ്റെ മുഖം പടിഞ്ഞാട്ട്, പടിഞ്ഞാറ് വശത്തുള്ള പണി ചെയ്താൽ കിഴക്കോട്ട്. ഇങ്ങനെയുള്ള ആ ദിശകളെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇതിലെന്ത് വരുന്നു? ദിശയെ സംബന്ധിച്ച് യാതൊരു അടിസ്ഥാനവും ഇല്ല. കിഴക്കുമില്ല, പടിഞ്ഞാറുമില്ല, തെക്കുമില്ല, വടക്കുമില്ല. എങ്ങനെയുണ്ട് അത്? ഇപ്പം ഞാൻ നിങ്ങൾ പറയണത് കിഴക്കായിരുന്നേക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ആൾ പറയും അല്ല പടിഞ്ഞാറായിരിക്കണേ പറയും, ഇപ്പുറത്തുള്ള ആൾ വടക്കാ പറയും, ഇത്തവണ കിഴക്കാണെന്ന് പറയും. അപ്പോൾ എന്തു വന്നു? കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കും. ഇപ്പോൾ കേരളത്തിന് കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കും ഉണ്ടാവണമെങ്കിൽ മധ്യത്തിലൊരു ബിന്ദു വേണം. ഇന്ത്യക്ക് തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ പറയാറാവണച്ചാൽ മധ്യത്തിലൊരു ബിന്ദു വേണം. ഈ മുറിക്ക് തെക്ക് വടക്ക് പറയണച്ചാൽ മധ്യത്തിൽ ഒരു ബിന്ദു വേണം. അപ്പോൾ എന്തു വന്നു? ഒരു കേന്ദ്രീകൃതമായ നമ്മൾ 10 സെൻറ്റ് എടുത്താലും 1 ഏക്കർ എടുത്താലും 10 ഏക്കർ എടുത്താലും അതിന് മധ്യത്തിൽ ഒരു കേന്ദ്ര ബിന്ദു ഉണ്ടെങ്കിൽ മാത്രമേ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും ഉള്ളൂ. ആ മധ്യത്തിനെ നമ്മൾ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബ്രഹ്മം. അപ്പോൾ വാസ്തുപുരുഷ മണ്ഡലത്തിൽ ക്ഷേത്രത്തിൻ്റെ വാസ്തു ആയാലും ഗൃഹത്തിൻ്റെ വാസ്തു ആയാലും ആ മധ്യബിന്ദുവിനെ നമ്മൾ എന്ത് പറഞ്ഞു? ബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ വാസ്തുപുരുഷ മണ്ഡലത്തിൽ മധ്യഭാഗം ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അതുപോലെ തന്നെ അതിന് 4 വശത്തുള്ള 12 കള്ളികളിൽ വരുന്ന ആര്യകാദി ദേവന്മാരെല്ലാം ദ്വാദശാദിത്യന്മാരായി മാറി, നമ്മളെ സഹായിക്കുന്ന, കൊല്ലത്തിലും സഹായിക്കുന്നവർ. അതിന് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ വസുക്കൾ, വസിക്കുന്ന കൂട്ടർ അല്ലെങ്കിൽ ചൈതന്യ സ്വരൂപം. ആ തത്വത്തിൽ ആ വാസ്തുപുരുഷ മണ്ഡലത്തിൽ 21 പകരം
45 ദേവന്മാരായി സങ്കല്പിച്ച് ആ ദേവസങ്കല്പത്തിൽ കൂടെയാണ് ഏതിനായാലും വാസ്തുപുരുഷ മണ്ഡലം എന്നുള്ള തത്വത്തിൽ ഗൃഹാദികൾക്കായാലും ക്ഷേത്രവാസ്തുവിനായാലും ആ വാസ്തുപുരുഷ മണ്ഡല സ്വരൂപം അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ സ്ഥാനങ്ങളും ആ ഓരോ ദിശകളും കണക്കാക്കി നിശ്ചയിക്കുവാനുള്ള തത്വം വരികയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് വാസ്തുശാസ്ത്രം മുമ്പേ പറഞ്ഞ 8 ദിശകളെ 8 ദിക്കുകളായി കണക്കാക്കി ഓരോ ദിശകളിലേക്കുമുള്ള ദർശനം എന്നുള്ള കണക്കാക്കാൻ വേണ്ടി യോന്യാദികൾ എന്നുള്ള തത്വത്തിലേക്ക് എത്തിയത്. കിഴക്ക് 1 തുടങ്ങി വടക്ക് കിഴക്ക് 8 വരെ കണക്കാക്കിയതിനാൽ 1 എന്ന ദിശ കിഴക്കായും അതിൻ്റെ മുഖം പടിഞ്ഞാട്ടായും വരും. അപ്പോൾ കിഴക്ക് വശത്തുള്ള എന്തൊക്കെ പണിയുന്നുണ്ടോ, കിഴക്ക് വശത്തെ മുറിയായാലും വേണ്ടില്ല, കിഴക്ക് വശത്ത് പണിയുന്ന ഗൃഹമായാലും വേണ്ടില്ല, എല്ലാം ആ 1 എന്ന കണക്ക് വരുവാൻ വേണ്ടിയുള്ള തത്വത്തിലേക്കാണ് ചുറ്റളവുകളെ കൊണ്ടെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ചുറ്റളവിനെടുക്കുന്നത്? ഈ മുറിയ്ക്കൊരു സ്വരൂപം ഉണ്ടാവണമെങ്കിൽ അളവ് വേണം. മാനം എന്നുള്ളത് ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് അളവുകൾക്കാണ് പ്രധാനം. അങ്ങനെ വരുന്ന അളവുകൾ ദീർഘവും വിസ്താരവും കൂട്ടി പെരുക്കിയിട്ടാണ് വെച്ചാൽ എന്ത് പറയും, സ്ക്വയർ ഫീറ്റ് എന്ന് പറയും. രണ്ടും കൂടി കൂട്ടി അരട്ടിച്ച ചുറ്റളവ് പെരിമീറ്റർ പറയും. ഏതെടുത്താലും വിരോധമില്ല. നമ്മുടെ പൂർവികർ അത് ചുറ്റളവാണ് സ്വീകരിച്ചത് എന്ന് മാത്രം. എന്നാൽ അതിനെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോയെന്ന് പറയേണ്ടേ വരും. ഉദാഹരണത്തിന് നമ്മൾ ഈ മുറി 50 40 എടുത്താൽ എന്തായി? നമ്മൾക്കിപ്പോൾ എല്ലാവരും പറയാം എന്താണ്, എനിക്ക് 2000 സ്ക്വയർ ഫീറ്റുള്ള പെര വേണമെന്ന് എന്തെങ്കിലും പറയും, നീളം വീതി പെരുക്കിയിട്ട്. പൂർവികരെന്ത് പറയും? 50 40 90 90 150 ചുറ്റളവുള്ള ഗൃഹം വേണമെന്നും പറയും. പക്ഷെ ഇത് തന്നെ 60 30 എടുത്താലോ? 6 3 18 2000 പകരം 1800 അതേ സ്ഥാനത്ത് ചുറ്റളവ് 60 30 90 90 150 തന്നെ. അപ്പോൾ എന്തോന്നു, ചുറ്റളവ് മാറിയില്ല, സ്ക്വയർ ഫീറ്റ് ചുരുങ്ങി. പക്ഷേ ഈ ചുറ്റളവ് മാറാത്തോടത്തോളം കാലം കല്ലിൻ്റെ എണ്ണത്തിൽ മാറ്റമുണ്ടോ? ഒരു കല്ല് മാറില്ല. കല്ലിൻ്റെ എണ്ണത്തിന് മാറ്റമില്ലെങ്കിൽ അത് പണിയാൻ കൂലി മാറ്റം വരുമോ? അതിനുള്ള മെറ്റീരിയൽ മാറ്റം വരുമോ? ഒന്നും മാറ്റം വരില്ല. അപ്പം നമ്മുടെ പൂർവികർ എന്തടിസ്ഥാനത്തിലെത്തി? ചുറ്റളവാണ് ഗൃഹത്തിൻ്റെ കാര്യത്തിൽ ചെലവിനെ സംബന്ധിച്ച് കൃത്യത വരുത്തുന്നത്. അതുകൊണ്ടായിരിക്കണം നമ്മുടെ പൂർവികർ ചുറ്റളവ് എന്നുള്ള തത്വം സ്വരൂപിച്ചത്. അല്ലാണ്ട് മറ്റതുകൊണ്ടല്ല. മനുഷ്യാലയം എന്നിട്ട് പറയുമ്പോൾ ക്ഷേത്രഫലവും എടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ചുറ്റളവിനെ കേന്ദ്രീകരിച്ച് പിന്നെ ആ ചുറ്റളവിനെ നമ്മൾ എന്ത് ചെയ്തു? 8 ഭാഗിക്കണം. എങ്ങനെ? നമ്മൾ കുറേ മഞ്ചാടിക്കുരു എടുത്തിട്ട് എന്താ പറയുക? ഒറ്റ ഇരട്ട. ഇരട്ടയൊക്കെ മാറ്റി വെച്ചു. അവസാനം ഒറ്റയാണോ ഇരട്ടയാണോ തീർച്ചയാക്കി. അപ്പോഴല്ലേ തീരുമാനമാവുക. അതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തിൽ എന്ത് ചെയ്തു? ചുറ്റളവിനെ എടുത്തു. ഒരു ചുറ്റളവിനെടുത്ത് അത് 8 മാറ്റി വെച്ചു. ബാക്കി 1 വന്നാൽ അത് കിഴക്ക് വശത്ത് പണിയുക. ആ ചുറ്റളവ് കിഴക്ക് വശത്ത് പണിയേണ്ടതാണ്. അതുപോലെ തന്നെ എന്തു പറഞ്ഞു? 2 ബാക്കി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് കോണിലേക്കുള്ളതാണോ, അതുകൊണ്ട് ആ ചുറ്റളവ് പാടില്ല. അതേപോലെ 3 ബാക്കി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെക്ക് വശത്ത് പണി ചെയ്യാനുള്ളതാണ്. അതേപോലെ തന്നെ എത്ര വന്നു റിമൈൻഡർ എങ്കിൽ ആ റിമൈൻഡറിനെ അടിസ്ഥാനപ്പെടുത്തി അതാത് ദിക്കിൽ വരുന്ന ചുറ്റളവുകൾ നിശ്ചയിക്കാനുള്ള തത്വമാണ് നമ്മൾ യോന്യാദികൾ ദർശന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു ഉദാഹരണത്തിന് അതിൽ ചെറിയ തത്വത്തിൽ കണക്കിൽ 11 ചുറ്റളവ് എങ്കിൽ 11 3 33 8 മാറ്റി ബാക്കി ഭാഗിച്ചാൽ ബാക്കി 1 വന്നു. അതുകൊണ്ട് 11 എന്നുള്ള ചുറ്റളവ് കിഴക്ക് വശത്ത് പടിഞ്ഞാട്ട് മുഖമായി പണി ചെയ്യാനുള്ള ഒരു കണക്കമാണ്. അപ്പോൾ വീടിനെ സംബന്ധിച്ച് എന്ത് വന്നു? ആദ്യം 1 വന്നാൽ കിഴക്ക് വശത്ത് പടിഞ്ഞാട്ട് മുഖമായും, 3 വന്നാൽ തെക്ക് വശത്ത് വടക്കോട്ട് മുഖമായും, 5 വന്നാൽ പടിഞ്ഞാറ് വശത്ത് കിഴക്കോട്ട് മുഖമായും, അതേ സ്ഥാനത്ത് 7 വന്നാൽ വടക്ക് നിന്ന്
തെക്കോട്ടും. ഈ വ്യവസ്ഥ, ഈ ദഗ്യോനി വ്യവസ്ഥ അറിഞ്ഞാലാണ് ക്ഷേത്ര കാര്യത്തിൽ കുറച്ചും കൂടി എളുപ്പം. ഗൃഹത്തിൻ്റെ കാര്യത്തിൽ ഒരു കണക്കിന് ചില ഇളവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗൃഹത്തിൻ്റെ വാസ്തുശാസ്ത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ അത് പറ്റില്ല. കാരണം ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ചുറ്റളവ് നമുക്ക് 11 കോലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമചതുരം എടുത്താൽ അതിൻ്റെ 4/1 2.25 കോല് സമചതുരമായ ഒരു മുറി ഉണ്ടാക്കിയാൽ അത് കിഴക്ക് വശത്ത് പണി ചെയ്യേണ്ട ഒരു മുറി അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാട്ട് മുഖമായ കണക്ക് എന്ന് വരും. അപ്പോൾ അതിന് മാറ്റമില്ല. പക്ഷേ തന്ത്രസമുച്ചയം ആദ്യം വായിച്ചാൽ ചുറ്റളവല്ല അവിടെ പ്രധാനം ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുക ചുറ്റളവ് പറയണില്ല. 2.25 കോല് തുടങ്ങി 8 അങ്കുലം കൂട്ടി പടിഞ്ഞാട്ട് മുഖമായും കിഴക്കോട്ട് മുഖമായുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? വിസ്താരത്തിനെ സംബന്ധിച്ച് 2:18 എടുത്താൽ ആ 2:18 കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് മുഖമായും അതിൽ 8 അങ്കുലം കൂട്ടിയാൽ 3:2 വന്നാൽ ആ 3:2 എന്നുള്ള വിസ്താരം പടിഞ്ഞാറ് വശത്ത് ക്ഷേത്രം പണിയുന്നതിൻ്റെ ശ്രീകോവിലിൻ്റെ കിഴക്കോട്ട് മുഖമായ ക്ഷേത്രം വേണം. പിന്നെ വീണ്ടും 8 കൂട്ടിയാൽ 2:18 3:2 3:10 വന്നാൽ വീണ്ടും കിഴക്ക് വശത്ത് പടിഞ്ഞാട്ട് മുഖമായി. ആ തത്വത്തിൽ ഇൻക്രീസ് ചെയ്തു പോയാൽ എന്തു വന്നു? കിഴക്കോട്ട് മുഖമായ ക്ഷേത്രത്തിൻ്റെ കണക്കും പടിഞ്ഞാട്ട് മുഖമായ ക്ഷേത്രത്തിൻ്റെ കണക്കും കിട്ടും. അതുപോലെ തന്നെ 4 അങ്കുലം കൂട്ടിയാൽ 2:18 4 കൂട്ടിയാൽ 2:22 വന്നാൽ അത് തെക്ക് വശത്ത് വടക്കോട്ട് മുഖമായും അതിൽ നിന്ന് 8 അങ്കുലം കൂട്ടിയാൽ 3:6 വന്നാൽ അത് വടക്ക് വശത്ത് തെക്കോട്ട് മുഖമായിട്ട് പണി ചെയ്യാനുള്ള ക്ഷേത്രം എന്നുള്ളതാണ് വരിക. ഇവിടെ ക്ഷേത്രങ്ങൾക്ക് ഒരു കാര്യം, എവിടെ വന്നാലും ഈ തത്വം സ്വീകരിച്ചു കൊള്ളണം. അപ്പോൾ എന്തു വന്നു? ഒരു ഗ്രാമത്തിൽ, ഒരു പ്രദേശത്തിൽ എന്തിനാണ് ക്ഷേത്രം പണിയുന്നത്? ആദ്യം അതിനും ആദ്യത്തെ തത്വം പറയാം, ഒരു രാജാവിനോ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആരായാലും വേണ്ടില്ല, ഒരു ദേവനെ ആരാധിക്കണം എന്ന് തോന്നിയാൽ, ഇഷ്ടം തോന്നിയാൽ, ഇംഗിതമുണ്ടായാൽ ആദ്യം വേണ്ടത് എന്താണ്? ആചാര്യനെ സ്വീകരിക്കണം. എന്തുകൊണ്ട്? ഈ പറഞ്ഞ ഉടമസ്ഥനെ, യജമാനന് ഇതിനെപ്പറ്റി അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പോലെ ഗുരുക്കന്മാരുടെ പ്രാധാന്യം കണക്കാക്കി ആ ഗുരുവിനെ കണ്ട് ആ ഗുരുവിനെ സ്വീകരിച്ച് അദ്ദേഹം പറയുന്ന തത്വങ്ങൾ സ്വീകരിച്ച് ക്ഷേത്രം പണി ചെയ്ത് അവിടെ ആ ദേവനെ പ്രതിഷ്ഠിച്ചാൽ എന്തു വേണം? ജനപദങ്ങൾക്ക് അവരവരുടെ ആവശ്യത്തിനല്ല, ആ യജമാനൻ്റെ ആവശ്യത്തിനല്ല, ഒന്നിലോ ആ കുടുംബത്തിൻ്റെ ആവശ്യത്തിന്, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ആവശ്യത്തിന്, അല്ലെങ്കിൽ ആ ദേശത്തിൻ്റെ ആവശ്യത്തിന് ആയിട്ടാണ് ഈ ദേവനെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ ആ ദേവനെ പ്രതിഷ്ഠിക്കുന്നത് ആ ഗ്രാമത്തിൽ ആ പ്രദേശത്തുള്ളവർക്കെല്ലാം ഉപകാരപ്രദമാവുന്ന ദർശനത്തോടു കൂടി ആ പ്രദേശത്ത് പ്രതിഷ്ഠിക്കണം. അപ്പോൾ ആ ദിശകളൊക്കെയുള്ള കണക്കുകളിൽ പ്രത്യേകമുള്ളതിന് അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ എന്തു വന്നു? കിഴക്ക് വശത്ത് പടിഞ്ഞാട്ട് മുഖമായി പണിയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകയോനി വേണം. പടിഞ്ഞാറ് വശത്ത് കിഴക്കോട്ട് പണിയാണെച്ചാൽ പഞ്ചയോനി തന്നെ വേണം. ഗൃഹകാര്യങ്ങൾക്ക് എടുക്കാൻ വിചാരിക്കുന്ന പലരും, അതൊക്കെ പരിചയിക്കുന്ന കൂട്ടർ പലരും ഏകയോനി എല്ലാവർക്കും എടുക്കാമെന്നൊക്കെ പറയും. അത് ശരിയല്ല. അതാത് ദിക്കിനനുസരിച്ചിട്ടുള്ള കണക്കുകൾ തന്നെ സ്വീകരിക്കണം എന്നുള്ള ഒരേ ഒരു തത്വമാണ് തന്ത്രസമുച്ചയത്തിലെ ആദ്യത്തെ ശ്ലോകം കൊണ്ട് പറയുന്നത്. അല്ലാണ്ട് അതിൽ ചുറ്റളവ് പറയണില്ല. പിന്നീട് ചുറ്റളവിൻ്റെ കാര്യങ്ങൾ പറയുന്നുള്ളൂ. ആദ്യം പറയുന്നത് തന്നെ 2.25 കോൽ തുടങ്ങി 15-10 വരെയുള്ള അല്പപ്രാസാദങ്ങളെ പറ്റി പറയുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ആ തത്വമാണ് അവിടെ. ചുറ്റളവാണ് ഉള്ളിൽ ഉദ്ദേശമെങ്കിലും
അത് ചുറ്റളവ് എന്തിനെടുത്തു? ചുറ്റളവിനെ 3 പേർക്ക് 8 കൊണ്ട് ഹരിച്ചാൽ അതിന് യോനി കിട്ടും. അതല്ല ഉദ്ദേശം. ആ ദിശയ്ക്കനുസരിച്ചുള്ളത് വേണം എന്നുള്ളതാണ് പ്രാധാന്യം.